മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140 140. വാട്ട് ഈസ് ദ 11th ടേം? ഈ ഒരു സീക്വൻസിൻ്റെ 11th ടേം എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. C question. Calculate the sum of first 11 terms of the sequence. D question. Find the sum of first 11 terms of the sequence 20, 25, 30, etc. Okay. Simple question ആണ്. Sum of first and 21st term. നമുക്ക് എങ്ങനെ എഴുതാം? First term is x1 plus 21st term is x21. That is equal to 140. ടോട്ടൽ അപ്പം ഇവിടെ x1 മുതൽ x21 വരെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 22 ടേംസ് ഉണ്ടാവും. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 21 ആണ്. അപ്പോൾ x1 പ്ലസ് x21 140 ആണെങ്കിൽ x2 പ്ലസ് x20 ഈസ് ഓൾസോ 140. x3 പ്ലസ് x19 ഈസ് ഈക്വൽ ടു 140. പെയറിങ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? ഇപ്പോൾ ടോട്ടൽ ഒരു 4 ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ ഫസ്റ്റ് പ്ലസ് 4 എന്താണ്? ഫസ്റ്റ് പ്ലസ് 4th എക്സ് ആണെങ്കിൽ സെക്കൻഡ് പ്ലസ് തേർഡ് ചെയ്താലും എക്സ് തന്നെയാണ് കിട്ടുക. നമ്മൾ പെയറിങ്ങിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ സമ്മ് കാണാൻ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 22 ടേംസ് ആണ്. അതേ ഇൻറ്റു 140 ചെയ്താൽ അവിടുത്തെ ടോട്ടൽ സമ്മ് കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. x1 പ്ലസ് x21 140 ആണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? x2 പ്ലസ് x20 ഈസ് ഈക്വൽ ടു 140. ഇത് x3 പ്ലസ് x19 140 ആയിരിക്കും. x4 പ്ലസ് x18 140 ആയിരിക്കും. ഓക്കെ, അങ്ങനെ പോയിട്ട് വാട്ട് ഈസ് ദ 11th ടേം എന്നാണ് ചോദിച്ചത്. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22ൻ്റെ മിഡിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ x11 പ്ലസ് x11 തന്നെ ആയിരിക്കും 140. കാരണം മിഡിൽ ടേം ആണല്ലോ. ഓക്കെ, മിഡിലാണ് വരിക. ഇപ്പോൾ നമ്മളിതിങ്ങനെ 1 പ്ലസ് 21 അപ്പം നമുക്ക് 22 എന്ന് കിട്ടി. 2 പ്ലസ് 20 ഈസ് 22. 11 പ്ലസ് 11 ആണ് നമുക്ക് എന്ത് കിട്ടുക? 22 എന്ന് കിട്ടുക. അപ്പോൾ നമുക്കിതിനെ 2 ഇൻറ്റു x11 ഈസ് ഈക്വൽ ടു 140 ഇംപ്ലൈസ് x11 11th ടേം എന്താണ്? 140 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 70 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 11th ടേം 70 ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം കേട്ടോ. x1 x21 ഇപ്പോൾ ടോട്ടൽ 22 ടേംസ് ഉണ്ടെന്ന് അവിടെ മനസ്സിലാക്കണം. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് x11 എന്താണെന്ന് ചോദിച്ചാൽ 140 ഡിവൈഡഡ് ബൈ 2 ആണ്. കാരണം 11 22ൻ്റെ ഹാഫ് ആണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ദെൻ റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. ഫസ്റ്റ് ടേം x1 എന്താണ്? x1 ഈസ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ x1 10 ആണ്, x11 നമുക്കറിയാം 70 ആണ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡി കാണാൻ നമുക്കറിയാലോ. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ദാറ്റ് ഈസ് 70 മൈനസ് 10 ഡിവൈഡഡ് ബൈ 70 ഈസ് 11th ടേം. 10 ഈസ് ഫസ്റ്റ് ടേം. നമുക്ക് എങ്ങനെ ചെയ്യാം? 60 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഡി ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. സോ സീക്വൻസ് എഴുതാലോ. 10 ആണ് ഫസ്റ്റ് ടേം, ദെൻ 16, ദെൻ എത്ര വരിക? 16 കൂടെ 6 കൂട്ടിയാൽ 22, 28 എക്സെട്ര. 10, 16, 22, 28 എക്സെട്ര ആണ് നമ്മളുടെ സീക്വൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ സി ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് നമുക്കറിയാം 10, 16, 22 ആയിരുന്നു നമ്മളുടെ സീക്വൻസ്. ഇതിലെ നമ്മളടുത്ത് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. ഫസ്റ്റ് 11 ടേംസിൻ്റെ സമ്മ്.
ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഈ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് എന്ന് പറഞ്ഞാൽ 11 ഒരു ഓഡ് നമ്പറാണ്. അപ്പം ആ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മളോട് ചോദിച്ചത്. ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ മിഡിൽ ടേം എത്ര ആയിരിക്കും? 11 ആകുമ്പം അവിടെ 6 ആയിരിക്കും അവിടുത്തെ നമ്മളെ മിഡിൽ ടേം വരിക. x6 ഈ x6 എന്താണോ അതിനെ ഇവിടുത്തെ ഈ ഒരു ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ S11 കിട്ടും. മനസ്സിലായല്ലോ? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിച്ചതെങ്കിൽ ആ ഓഡ് നമ്പറിൻ്റെ മിഡിൽ ടേം എത്ര ആണ് വരിക നോക്കുക. മിഡിൽ ടേം ഏതാണ്? 6ാമത്തെ 11 ആകുമ്പം മിഡിൽ ടേം 6ാമത്തെ ടേം ആയിരിക്കും. ആ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ 11 ടേംസിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ x6 കണ്ടുപിടിച്ചിട്ട് അത് ഇൻറ്റു 11 ചെയ്താൽ മതിയാകും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇത് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഇത് ചെയ്യാം. 2 ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ 11/2 ഇൻറ്റു 2a മീൻസ് 20 പ്ലസ് 10 ഇൻറ്റു 6 ആണ് നമുക്ക് വരിക. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ 11/2 ഇൻറ്റു 10 ഇൻറ്റു 6 is 60, 60 plus 20 80, 80/2 is 40. സോ നമുക്ക് എന്ത് കിട്ടും? 11 ഇൻറ്റു 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 440 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. സെയിം മെത്തേഡ് തന്നെയാണ് ഇത്. ഇവിടെ നമുക്ക് x6 ആദ്യം കണ്ടുപിടിക്കണം. x6 കണ്ടുപിടിച്ചിട്ട് നമുക്ക് x6 കാണാൻ അറിയാം. x6 a + n-1 ഇൻറ്റു d എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. 10 + 5 ഇൻറ്റു 6 എന്നാണ് വരിക. 5 ഇൻറ്റു 6 അപ്പോൾ നമുക്ക് 40 ആണ് ആൻസർ കിട്ടുക. ദെൻ 40 ഇൻറ്റു 11 ചെയ്താൽ 440. സോ നമുക്കിവിടെ എന്ത് കിട്ടി? S11 is equal to 440, 440 എന്ന് കിട്ടി. 2 മെത്തേഡിലും ചെയ്യാം കേട്ടോ. രണ്ടും ഓക്കെ ആണ്. ഓക്കെ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സീക്വൻസ് 20, 25, 30. ഇതിൽ D ക്വസ്റ്റ്യൻ ആണ്. 20, 25, 30. ഞാൻ ഈ പറഞ്ഞ പോലെ 2 മെത്തേഡും യൂസ് ചെയ്യാം. ഇതും യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് x6 കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതാ ഇവിടെ x6 എന്നുള്ളിടത്ത് 40 ഇൻറ്റു 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് S11 നമുക്ക് എന്ത് കിട്ടി? 440. 2 മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. 20, 25, 30 എന്ന സീക്വൻസിൻ്റെ S11 ആണ് നിങ്ങൾ കാണേണ്ടത്. ആദ്യം നിങ്ങൾ S6 ഇൻറ്റു 11 ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. നിങ്ങൾക്ക് 2ഉം ചെയ്ത് നോക്കുക. 2നും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ.